അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹയ്യാക്കുമുല്ലാഹ് വബയ്യാക്കും വമർഹബൻ ബിക്കും. നമുക്ക് എങ്ങനെയാണ് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുക, V60 എങ്ങനെ ഉണ്ടാക്കുക, പിന്നെ ഇതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നല്ല, അഥവാ അതിനെക്കാട്ടി എല്ലാം ഉഷാറായിട്ട് സെറ്റായിട്ട് ചെയ്യണവരുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആദ്യം ഇത് എന്താണ്, ഇതിലെല്ലാ സാധനം സെറ്റല്ല, ഇത് ഇനിയും ചില സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതുണ്ട്. പിന്നെ ചിലർ ഇതിനെക്കാട്ടി ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നവരുണ്ട്. അതേപോലത്തെ ഇത് ഒറ്റയടിക്ക് കഴിഞ്ഞതല്ല, ഓരോന്ന് ഘട്ടങ്ങളായിട്ട് കഴിഞ്ഞാൽ. പിന്നെ ആദ്യം നമുക്ക് വേണ്ടതെന്താ വെച്ചാൽ ഈ കോഫി കുരു പൊടിക്കണം. കോഫി കുരു എന്ന് പറയുമ്പോൾ പല ഐറ്റം കുരുകളുണ്ട്. ഇത് ബാജ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്ന് കഴിഞ്ഞാൽ കൊളംബിയ, പിന്നെന്താ ബ്രസീലിയനോ അങ്ങനത്തെ സംഭവമായിട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം കുരുകളുണ്ട്. അതേപോലെ തന്നെ ഇത് ചില കുരുകൾ ഈ എസ്പ്രസ്സോ ഒക്കെ പോലത്തത് ഉണ്ടാക്കാനാണ് കൂടുതൽ നല്ലത്. ചിലത് ഫിൽറ്റർ കോഫിക്ക് അങ്ങനെ ഫ്ലേവേർഡ് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് വാങ്ങിയ ഒരു സാധനമാണ് ഈ ബ്ലാക്ക് നൈറ്റ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇത് എത്യോപ്യ നാച്ചുറൽ. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള ഖറ പീച്ച്, ഓറഞ്ച്, അതേപോലെ തന്നെ ചോക്ലേറ്റ്, അങ്ങനെ ഓരോ ഫ്ലേവർ ആയിട്ടുള്ളതുണ്ടാവും. ഫ്ലേവർ എന്ന് പറയുമ്പോൾ ചെറിയ രൂപത്തിലുള്ള ചോയ ഉണ്ടാവുള്ളൂ. അതാണ്, അങ്ങനെ പല ഫ്ലേവർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ബ്രാൻഡിൻ്റെ ഉണ്ട്. അതേപോലെ നമുക്ക് ബാജ എന്ന് പറയുമ്പോൾ ഈ കോഫി കുരു, നട്ട്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ബ്രാൻഡാണ്. അവരുതുണ്ട്, അവരുടെ അടുത്ത് വാങ്ങാം. പിന്നെ ഞാൻ കുറച്ച് സൂക്കിൽ നിന്ന് വാങ്ങിയതാണിത്. എന്താണ്, ഇവരുടെ അടുത്ത് റേറ്റ് നല്ല കുറവാണ്. പിന്നെ ഏകദേശം ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ, ഇത് ബാജ എന്ന് വാങ്ങിയത് കിലോ 100 റിയാൽ, 100 ഗ്രാം 10 റിയാൽ വെച്ച്, 10 കിലോ 100 റിയാൽ. ഇവിടെ സൂക്കിൽ ഏറ്റവും കുറവ് 60 റിയാൽ കിട്ടി. മറ്റേ ബ്ലാക്ക് നൈറ്റ് കാണിച്ചു തന്നത്, അതേപോലെ തന്നെ ഇങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ പൊതുവേ നല്ല റേറ്റ് വരും. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, ചെറിയൊരു ഫ്ലേവേർഡാണ്. ചെറിയൊരു വ്യത്യാസമാണ്, നമുക്ക് കുറച്ചും കുടിച്ച് ശീലമാകുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം കറക്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് കുരുവിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് നമുക്ക് പൊടിച്ചിട്ടും വാങ്ങാം, പക്ഷെ അപ്പം പൊടിക്കണതിൻ്റെ ഒരു ഇത്, നമ്മൾ ഗ്രൈൻഡർ, പല ഐറ്റം ഗ്രൈൻഡറുണ്ട്. ഇതൊരു നോർമൽ ഒരു 40 റിയാൽ. പൊതുവെ ഗ്രൈൻഡർ 40 റിയാൽ കുറവാന്ന് പറയുമ്പോൾ പൊതുവേ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇത് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ആക്കണ കറണ്ടിൻ്റെ എന്താ പറയുക, ഇലക്ട്രിക് സാധനം അല്ലാത്തതിന് നല്ല റേറ്റ് ഉണ്ട്. ഇങ്ങനെ കൈയിട്ട് തിരിച്ചിട്ട് അങ്ങനെ പൊടിക്കുന്ന സാധനം, അതിൽ ഓരോന്ന് നമുക്ക് അഡ്ജസ്റ്റ് ആക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ എസ്പ്രസ്സോക്കാണ് എസ്പ്രസ്സോ, ഫിൽറ്ററൊക്കെയാണെങ്കിൽ അതിനനുസരിച്ച് കുരുവിൻ്റെ ആ തരിൻ്റെ വ്യത്യാസത്തിൽ തിരിക്കുകയൊക്കെ ചെയ്യാം. ഇത് ഒറ്റ ഓപ്ഷനുള്ളൂ. ചില മെഷീനിലും ഉണ്ടാകും ഓപ്ഷൻസ്, ഇത് ഒറ്റ ഓപ്ഷനുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കുരു പൊടിക്കണം. അതിന് ഗ്രാം കണക്കാക്കണം. ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് ഏകദേശം ഒരു 15-20 ഗ്രാം കുരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതിന് വെച്ചിട്ട് ഇത് തൂക്കി കണക്കാക്കുക. ആദ്യം അത് നമുക്കൊരു പൂജയാക്കിയതിന് ശേഷം കുരു ഇടാം. കുരു ഏകദേശം ഒരു 15-20 ഗ്രാം, നമുക്കൊരു ഏകദേശം 20 ഗ്രാം എടുക്കാം. ഇനി അത് പൊടിക്കാം. എത്രയായി? 20 മതി. ഏകദേശം 20 ഗ്രാം നമ്മൾ ഇതെടുത്ത് പൊടിക്കാം. പിന്നെ ഇത് ശരിക്കും ഇതിലെന്നല്ല ഇതിൽ നമ്മളെ തട്ടിക്കൂട്ട് പരിപാടികളാണ്. ഇതിന് വേറെ പ്രത്യേക സാധനം തന്നെ ഉണ്ട്, പാത്രം പോലെ. അപ്പം എന്തിനും വെക്കാം, നിർബന്ധമുള്ള വിഷയമല്ല. ഞാൻ ആദ്യം കുരു പൊടിച്ചത് വാങ്ങിയിട്ട് ഉണ്ടാക്കലായിരുന്നു. അന്ന് ഈ V60 സംഭവങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടി ഇത് ഉപയോഗം ഉണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ സാധനം വാങ്ങി. പിന്നെ ആദ്യം ഒഴിക്കൽ, ഈ പാത്രം എന്തിനാ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒഴിക്കുമ്പോൾ സുഖമായിട്ട് ഞാൻ വയ്ക്കാനാണ്. അതില്ലാത്തതുകൊണ്ട് ആദ്യം ഈ രൂപത്തിലായിരുന്നു. ആദ്യം ഇതില്ലാത്തതുകൊണ്ട് ഫിൽറ്റർ നേരെ ഇതിൻ്റെ മേലെ വെക്കലായിരുന്നു. ഇതിൻ്റെ മേലല്ല, വേറൊരു സാധനം ഉണ്ട്, അതിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഘട്ടമായിട്ടാണ് വാങ്ങിക്കാം. ആവശ്യത്തിനനുസരിച്ച് നമ്മളങ്ങനെ വാങ്ങിയാൽ. അപ്പോൾ ഇനി നമുക്ക് ഇത് പൊടിക്കണം. ജസ്റ്റ് പൊടിക്കാൻ വേണ്ടിയിട്ട് കുത്തുക. ഓക്കെ, സൗണ്ട് ഉണ്ടാവും. നമ്മൾ പൊടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സിസ്റ്റം മനസ്സിലായത് നേരെ നിൽക്കാം. പൊടിച്ച് കഴിഞ്ഞ് ഇതെന്താ ചെയ്യൽ വെച്ചാൽ, അപ്പോൾ ഏകദേശം നമ്മൾ ഗ്രാം കണക്കാക്കി പൊടിച്ച് കഴിഞ്ഞ് ഇനി ഇതിൽ നമ്മൾ ഫിൽറ്റർ വെക്കാം. ഇതാണ് ഫിൽറ്റർ പേപ്പർ.
ഇത് 5 റിയാൽ ഷോപ്പിൽ നിന്ന് ഇത് കുറച്ച് കൂടുതൽ കിട്ടിയിരുന്നു. 5 റിയാൽ വാഫൈവ് എന്ന് പറഞ്ഞാൽ എല്ലാം 5 റിയാലിന് കിട്ടുന്ന ഒരു കടയുണ്ട്. അങ്ങനത്തെ തഖ്ഫീലാത്ത് നിന്ന് ഇപ്പോൾ സൂക്കുന്നൊക്കെ കുറച്ച് കിട്ടും. പുതിയ പോന്ന് കഴിഞ്ഞ് ഇതിന് 7 റിയാലായി. ഇത് കോഫീൻ്റെ സാധനത്തിനൊക്കെ പൊതുവെ വില ഉണ്ട്. ഇനി ഈ പൊടിച്ച കോഫി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലിടാം. വേണം നമുക്ക് ആദ്യം ലേശം ഒന്ന് വെള്ളമാക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കെറ്റലിൽ ചൂടുവെള്ളമാക്കി സെറ്റാക്കിയാണ്. നമ്മൾ ഏകദേശം വെള്ളത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് നനക്കാണ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. നമ്മൾ പൊടിയിടാം. അങ്ങനെ പൊടി ഫുള്ള് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഇതിലും ഇത് കറക്റ്റ് ഓരോ ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് കഴിഞ്ഞ് അടുത്തത് വയ്ക്കണം അങ്ങനെയൊക്കെ കണക്കുണ്ട്. പഠിച്ചു വരണുള്ളൂ, ഫുൾ അറിയില്ല. എന്നാലും ഇതൊരു ഫസ്റ്റ് ഇത് കഴിഞ്ഞൊരു 15 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ സംഭവം കിട്ടണം. അതുകൊണ്ട് എന്താ വെച്ചാൽ കൂടുതൽ ഉണങ്ങിൻ്റെ ഒഴിച്ച ശേഷം ഒരു കാര്യം ഉണ്ടാവില്ല, അതാണ് സംഭവം. ഇനി ഒരു ഏകദേശം 10-15 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് 30 സെക്കൻഡാണ് കറക്റ്റ് ഓർമ്മയില്ല. നമുക്ക് അടുത്ത ട്രിപ്പ് വയ്ക്കണം. അങ്ങനെ പിന്നെ പറയാനുള്ളത് അതൊഴിച്ച് ഞാൻ അടുത്ത അപ്പോൾ തന്നെ വയ്ക്കണ്ടേ, സോറി ലേശം പോയി. അപ്പോൾ ഇതിലും ചിലപ്പോൾ വെയിറ്റ് നോക്കണം, എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ അളവൊക്കെ നോക്കേണ്ടതുണ്ട്. ഇത് 5 റിയാൽ ഷോപ്പിൽ നിന്ന് കിട്ടിയാണ് ഈ സാധനം. ഇതിനും പൊതുവേ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ ഗ്ലാസിൻ്റെ ടൈപ്പിനൊക്കെ ഇപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. പിന്നെ ചിലപ്പോൾ അളവൊക്കെ ഉണ്ട്, ഇതിന് അളവൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി വരും ഫിൽറ്ററായിട്ട്. ഇനി ഇതിൽ ചിലർ ഇതിൽ തന്നെ ഐസ് ക്യൂബ്സ് ഇടും, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഇട്ടതിൻ്റെ ശേഷം അങ്ങനെ വയ്ക്കുക. ഇത് ഐസ് ഇട്ടാൽ പൊതുവേ രസമാണ്, കുറച്ചും കൂടി രസമാണ്. ചിലർക്ക് തണുപ്പല്ലാത്തായിരിക്കും ഇഷ്ടം. തണുപ്പ് എന്താ വെച്ചാൽ ആ ഒരു ചെറിയൊരു പുളിപ്പ് പോയി കിട്ടും. പൊതുവേ നല്ല സ്ട്രോങ് ആണ് ഈ കാരണം എസ്പ്രസോൻ്റെ അത്ര എന്താ പറയുക, അതിൻ്റെ ആ സത്ത് എടുക്കണ പോലെ മെഷീനിൽ വെച്ചെടുക്കണം അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. എന്നാൽ പൊതുവേ സ്ട്രോങ് ആയിരിക്കും. പൊതുവെ ഒറ്റയടിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ അതിലൊരു രസമുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഒന്ന് കയ്പ്പ് കുറച്ച് കുറയും, ഒരു പുളി കുറച്ച് കുറയും. അപ്പോൾ ഒരു രസമാണ് കുടിക്കാൻ. പിന്നെ ഐസ് ക്യൂബ് മാത്രം അങ്ങനെ കിട്ടും. നമ്മൾ പൊതുവെ ഫ്രീസറിൽ വെക്കണ ക്യൂബ്സൊക്കെ പെട്ടെന്ന് അലിഞ്ഞ് പോകും. ശരിക്ക് ഈ കോഫി കടയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ബക്കാലയിൽ നിന്നൊക്കെ ഐസ് ക്യൂബ്സ് ആയിട്ട് വാങ്ങണ സാധനം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി നിൽക്കും. എന്തോ സംഭവം എന്തോ കെമിക്കൽ റേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാവും ഇത്ര നിൽക്കാൻ കാരണം അതുപോലെ. അപ്പോൾ അത് കുറേ നേരം നിൽക്കും. ഇനി ഇത് ഹാഫ് മില്യൻ്റെ കപ്പാണ്. ഇത് ഹാഫ് മില്യൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുണ്ട്. അവിടെ നമ്മൾ കോഫി വാങ്ങുമ്പോൾ ഈ ഗ്ലാസ് എടുക്കാൻ വാങ്ങി ഇപ്പോൾ കുറച്ച് പൈസ കൂടും. അപ്പോൾ ഈ വല്ല ഗ്ലാസ് അടിപൊളി കേട്ടോ. ആ ഗ്ലാസ് ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടാണെങ്കിൽ കുറച്ച് ചൂട് നിൽക്കും. ഫ്ലാസ്കിനെ പോലെ 24 മണിക്കൂറൊന്നും ഇല്ലെങ്കിലും കുറച്ച് നേരമൊക്കെ നിൽക്കും. പിന്നെ നമുക്കിത് ക്ലോസ് ആക്കി മൂടിക്കഴിഞ്ഞാൽ ഇത് ലീക്കാവില്ല. ഞാൻ കുറേ ബാഗിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലീക്കാവും വിചാരിച്ച് വേറെ പൊതിഞ്ഞിട്ടൊക്കെ കവറിലൊക്കെ ആക്കുമ്പോഴും എന്നിട്ടും ലീക്കാവില്ല. അത് പൊതുവേ സേഫാണ്, കുഴപ്പമില്ല. പിന്നെ നല്ലൊരു അടിപൊളി പാത്രമാണ്. അതായത് ഇതിപ്പോൾ 3 മുമ്പ് കഴിഞ്ഞാൽ ഇത് എത്ര 10 റിയാലായിട്ടുണ്ട്. ഇത് കോഫി എടുക്കാതെ വാങ്ങുമ്പോൾ കോഫീൻ്റെ ഇതിനനുസരിച്ചിരിക്കും. ഇതിന് 24 റിയാൽ. ഏത് കോഫി വാങ്ങുമ്പോൾ 24 റിയാലാണ്. അപ്പോൾ ഒരു 10-15 റിയാലിൻ്റെ കോഫിയൊക്കെ വാങ്ങുമ്പോൾ 10 റിയാലിൻ്റെ താഴെ വരുന്നുള്ളൂ. എല്ലാം വരുള്ളൂ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് സ്ഥിരമായി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ കപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഫുൾ എടുത്തിട്ടില്ലെന്ന് അങ്ങനെ ലൈറ്റ് ആവാൻ പാടില്ല ശരിക്ക്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പോട്ടെ. അപ്പം അതാണ് മീസാൻ. ഇതിന് എത്ര 15-30 റിയാലാ തോന്നുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിഞ്ഞതാ. ആദ്യം പൊടിച്ചിട്ട വേഗണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വയ്ക്കും. അപ്പോഴത്തേക്കാണ് കോഫീൻ്റെ സെറ്റപ്പാണ്. ഇത് V60 തുല്യവും വ്യത്യാസം എന്താ കറക്റ്റ് അറിയില്ല.
കടയിൽ പോയിട്ട് ദാഹത്തിലോ എന്ന് പറയുമ്പോൾ V60 നമ്മളെന്താ വ്യത്യാസം കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ബ്ലാക്ക് കോഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കുടിക്കലാണ്, ഇത് കുറച്ച് കയ്പുണ്ട്. പക്ഷേ ഇതിൽ മധുരം ഇടരുത്. മധുരം ഇട്ട് കഴിഞ്ഞാൽ മധുരം ആവൂല ശരിക്കും. ഇത് കുടിച്ച് ചില സംബന്ധിച്ച് മധുരം അവർക്ക് വേണ്ടി വരില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ മറ്റേതൊക്കെ കൂടുതൽ ഇപ്പോൾ എസ്പ്രസോ എന്ന് പറഞ്ഞ സാധനം അതാ മറ്റേ മെഷീനിൽ നിന്ന് ആ പൊടിയിലൂടെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് അതിൻ്റെ സത്ത് ഇങ്ങനെ എടുക്കുകയാണ്, പ്രഷർ ആയിക്കൂടി ഒഴിപ്പിച്ചിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് എടുക്കാം. അത് ആ എക്സ്പ്രസ് മാത്രം കുടിക്കുന്നവരുണ്ട്, കട്ട സ്ട്രോങ് കുറച്ച് ഷോർട്ട് കുടിക്കുന്നവരുണ്ട്. പിന്നെ അതിക്ക് പാൽ ഓരോന്ന് ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഇപ്പോൾ ലാറ്റെ, സ്പാനിഷ് ലാറ്റെ, പിന്നെ കാപ്പിച്ചിനോ അങ്ങനത്തെ ഓരോന്ന് വരുന്നത്. അപ്പോൾ പാലിൻ്റെ അളവിനും ഇതിനൊക്കെ അനുസരിച്ചാണ് മറ്റോനെ ഓരോന്ന് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പ്യുവർ സാധനമാണ്, സത്യം പറഞ്ഞാൽ ഇത് നാച്ചുറലാണ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പ്രശ്നമല്ല മനസ്സിലാക്കുന്നത്. അതിന് കൂലിക്കുന്നവരുണ്ടാകും, പ്രതികൂലിക്കുന്നവരുണ്ടാകും അത് കോഫിയിൽ. പിന്നെ വേറെ പാലോ വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, മറ്റുള്ള സാധനമല്ലേ. കുരു ബീൻസ് നേരെ പൊടിക്കുക, ഒഴിക്കുക, കുടിക്കുക. അപ്പോൾ ഇതിന് കോഫി കുടിക്കുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെ വെച്ചാൽ ഒന്ന് ഉന്മേഷമാവും. ഇപ്പോൾ നമ്മൾ ഉറക്കം വരില്ല. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ലൈറ്റായിട്ട് കുടിക്കരുത്, രാത്രി ഒന്നും കുടിക്കരുത്. രാത്രി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരാം. നേരത്തെ കടുക്കാൻ അല്ലാതെ വല്ലാതെ ലൈറ്റ് ആക്കാതെ കടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊന്നും ഒരിക്കലും കുടിക്കരുത്. ഇത് ഉറക്കം ഒഴിക്കണം. ഇപ്പോൾ യാത്ര ഉണ്ട്, ഇനി കൂടുതലൊന്നും വർക്കുണ്ട്, അങ്ങനെയുള്ള ഉറക്കമൊക്കെ കുടിക്കാന്നല്ല. കുടിച്ചാണെങ്കിൽ ഉറക്കം പോകുന്നുള്ളതുണ്ട്. ആ സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഉറക്കം പോവും. അതുകൊണ്ടൊരു മഗ്‌രിബിൻ്റെ മുമ്പേ കുടിക്കാൻ ശ്രദ്ധിക്കാം, അല്ലാതെ ലേറ്റ് ആവരുത്. അതേപോലെ തന്നെ രാവിലെ നമ്മൾ വർക്കിന് പോകുമ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ ഇത് കുടിച്ചാണ്ട് പോയണ്ടല്ലോ, അപ്പോൾ ഒരു ഉന്മേഷമാകും. പിന്നെ നമുക്ക് രാവിലെ ഉറക്കം വരില്ല. ഫജർ കാശൊക്കെ കുടിച്ചാൽ സെറ്റാണ്. അപ്പോൾ അതാണ് കോഫിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് നമ്മളെ കോഫിൻ്റെ ചെറിയ സെറ്റപ്പാണ്. പിന്നെ ഒന്ന് പറയാൻ മറന്നില്ല. പിന്നെ ഇത് പൊതുവെ കയ്പ്പാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മധുരം, ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും ഒരു മധുരം കിട്ടുന്നുണ്ടെങ്കിൽ സുഖം. ഇതിലേക്ക് ഒരിക്കലും മധുരം ഇടരുത് ശരിക്കും. ഇതാണ് എൻ്റെ ഒരു. അപ്പോൾ ഇതാണ് കോഫിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പോൾ ബൈ, ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും. നമുക്ക് മറുവാനോട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചോദിക്കാം. കോഫി ഉണ്ടാക്കാം. മാഷാല്ലാ, ഫിൽറ്റർ കോഫിയിലെ അതേറ്റവും കുടിക്കണേ അല്ല, നമ്മളന്ന് കുടിച്ചില്ല കാലത്ത്. ഏത് ബ്ലൂമെന്നോ? ആ, ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ അത്ര കടുപ്പില്ല. കുഴപ്പമില്ലല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടോ സംസെറ്റ്? അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അന്ന് സെലീഫ്ക്കൊക്കെ കൊടുത്തപ്പോളെ കഷായം നിറയെ കുടിച്ച് തീർത്ത്. അല്ല, കോഫി ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കോഫി സംഭവം എനിക്ക് ഫസ്റ്റ് കുടിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാനന്ന് ഇവിടുന്ന് നമ്മളെ കുല്ലിയെന്നൊരിക്കൽ ആരോ പറഞ്ഞപ്പോൾ അമേരിക്കനായി ഇതെന്താ സംഭവം അറിയില്ല, ഒരു കോഫി ഓർഡർ ചെയ്യാൻ അവളോ എന്നിട്ട് അന്ന് ബാക്കിയാക്കി ജസ്റ്റാക്കി പോണില്ലേ. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ചോദിച്ചിനി, അന്ന് അത്ര പറ്റിയില്ല. പിന്നെ ഇവിടെ വന്ന് കുറച്ചൊക്കെ കുടിച്ചപ്പോൾ റെഡി. ശീലമായി കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാ. ചില ഡോക്ടേഴ്സിന്റെ ഇന്റർവ്യൂലൊക്കെ പറയുന്ന കാണാം. പിന്നെ നമ്മളെ കോഫിന്റെ വേറെ ശിവക്ക നമ്മളെ പറഞ്ഞതാണ്. പിന്നെ ശിവക്ക കോഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മള് വീഡിയോയിലാണ്, ഷൂട്ടിങ്ങിലാണ്. കോഫി കുടിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സോ? എന്താ ഫാറ്റ് ലോസ് ആവുന്നല്ല അല്ലെങ്കിൽ ശിവക്കന്റെ അവസ്ഥ എന്താ അറിയോ, കുല്ലിയിലിരുന്നിട്ട് മെഷീൻ്റെ അടുത്ത് പോയി തെത്തുന്നൂരൊക്കെ കഴിക്കുമ്പോൾ 2-3 ഓർഡർ ചെയ്യല്. ആദ്യം ഒന്ന് ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് പിന്നെയും കുടിച്ച്. അപ്പൊ തലേന പറഞ്ഞപ്പോ കോഫി എടുക്കണോ ചോദിച്ചാൽ ഉറക്കം കഴിഞ്ഞിട്ടല്ല 2-3 കുടിച്ചിട്ടാന്ന് പറഞ്ഞു. ഉറക്കം വരാതിരിക്കാനും ക്ലാസ്സിലൊക്കെ ആകെ ക്ഷീണമൊക്കെ ഉണ്ട്, ചെറിയൊരു ഉന്മേഷം. കോഫി അടിക്കാണ്ട് പോയാല് പിന്നെ ഉറങ്ങണ്ടാന്ന് തീരുമാനിച്ചാൽ നല്ലോണം കോഫി കുടിച്ചാൽ എന്നാലും എനിക്കൊന്നും ബാധിക്കില്ല. നമ്മൾ ഉറക്കത്തിനൊന്നും കോഫിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് ഡോസ് കൂടിപ്പോയവർക്ക് പിന്നെ 2 കോഫി ഒന്ന് കുടിച്ചാൽ മതി. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ കുടിച്ചാൽ ചിലപ്പോൾ ഉറങ്ങും. അത് ഉറക്കം വരുന്നതിൻ്റെ മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാതിരിക്കും. അങ്ങനെ ഞാൻ മനസ്സിലാക്കി.
അവർക്ക് ഞാൻ പിന്നെ എക്സ്പ്രസ്സോ ഇസാൻ ഇവിടെ മദീനയിൽ വന്നത് മാഷാല്ലാ 2 കാര്യത്തിന് നേട്ടം. ഒന്ന് കോഫിന്റെ ഇനങ്ങൾ, നമുക്കൊക്കെ ഒരു കോഫി എന്ന് പറഞ്ഞാൽ കോഫി ആയിരിക്കും. ഒരു കോഫി ഉണ്ട്. ഇങ്ങനല്ല ശരിക്ക്. ഇതിങ്ങനെയല്ല വീഡിയോയിൽ പറയണ്ടേ? അങ്ങനല്ല, അതല്ല, ഇങ്ങനല്ല. നമ്മളെക്കാട്ടി അറിയണവർ അല്ല, ഇത് അറിയണവർക്ക് അറിയുള്ളൂ. പല ഐറ്റംസ് ഉണ്ട്, നമുക്കിത് കുറച്ചറിയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ അത് നിങ്ങൾക്ക് തീരെ അറിയാത്തതിന്റെ പേരിലാണ് ഇന്നങ്ങൾ സംഭവമാക്കുന്നത്. തീരെ അറിയില്ല മീൻസ് അത് ഈ ഇതിലല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നലെ വാങ്ങിയ ഉമ്മക്ക് വേണ്ടി വാങ്ങിയ കോഫി. അത് കുഴപ്പമില്ല മീൻസ് അത് ഉണ്ടാക്കി വെക്കിയിട്ടില്ല. അത് കുഴപ്പമില്ല. 100 റിയാലിന്റെ മേലുള്ള സാധനമാണ്. എന്നോട് പിന്നെ നോർമലി മതി. ഉമ്മനെ കുറിച്ച് ആ ഡോക്ടർ പറഞ്ഞാണ് കോഫി കൊടുക്കും. ഇവർക്ക് നല്ല അരക്കിലാണ് വാങ്ങി. അത് പൊടിച്ചിട്ടാണ് വാങ്ങിയത്. പൊടിച്ചിട്ടും വാങ്ങാന്ന് പറഞ്ഞു. പൊടിച്ചിട്ടും മുമ്പ് പറഞ്ഞ് 10-15 മിനിറ്റ് തിളപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനോട് ഫിൽറ്റർ ഒന്നും ആവശ്യമില്ല. ഫിൽറ്റർ ആവശ്യമില്ല. ഞാൻ വേറെ വീഡിയോയിൽ കണ്ടത് ഫിൽറ്റർ ഇല്ലാന്നുണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി, ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ തിളപ്പിക്കണില്ലല്ലോ, കലക്കിയിട്ട് തരിച്ചെടുക്കാൻ. കലക്കിയാൽ ഇതിന്റെ പൊടികളൊക്കെ അടിക്ക് പോകുമല്ലോ സ്വാഭാവികമായിട്ടും. എന്തായാലും തരിച്ചേണ്ടി വരും. ഇത് എന്താ വെച്ചാൽ അങ്ങനത്തെ സോറി അരിക്കുക. അങ്ങനെ നിങ്ങൾ കണക്കാണല്ലേ? രണ്ട് കണക്കാണ്. തരിപ്പ കൊണ്ട് അരിക്കാന്ന്. അരിപ്പെന്ന് പറയും, തരിപ്പെന്ന് പറയാ. തരിപ്പല്ലോ, അരിപ്പ എന്ന് പറയുമ്പോ തരിക്കണ സാധനം. അരിക്കണ സാധനം. ആയിക്കോട്ടെ. സിബത്കന്റെ അവിടെ അറിയില്ല. അതെ അതെ, മലയാളിയല്ല, മലയാളത്തിൽ നമ്മൾ എന്നാലും ജീവിതം കൊണ്ട് ജീവിതം. എന്നാല് മദർ ടങ് എന്താ? മദർ ടങ് വേറെ ഏതെങ്കിലും ടങ്ങായിരിക്കും. അല്ല നീ എന്റെ പെട്ടി കെട്ടിയോ? അല്ല വീട് നിർത്തണം. അതില്ലേ നിർത്താം. ഇത് പെട്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ പോക്കാണ് അടുത്ത ദിവസം. ഓ ഇനിയിപ്പോ ഈ റൂം കിട്ടൂല വീഡിയോ എടുക്കാൻ. ഇല്ല